പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണോ? സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കെ ഗൾഫ് മേഖലയെ ആയുധപ്പുരയാക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കം ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തുന്നതാണ്. കോൺഗ്രസിന്റെ സാധാരണ അവലോകനങ്ങളെല്ലാം മറികടന്ന് മിസൈലുകളും ലേസർ ഗൈഡഡ് ആയുധങ്ങളും പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കാൻ ട്രംപ് ഭരണകൂടം തിടുക്കം കാട്ടുന്നത് എന്തിനാണ്? ഇസ്രായേൽ മുതൽ UAE വരെ നീളുന്ന സഖ്യകക്ഷികൾക്കായി $9 ബില്യൺ വമ്പൻ ആയുധ വിൽപ്പനയ്ക്ക് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതും ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്നതും ഈ നീക്കത്തിന് പിന്നിലുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കിടയിൽ ഈ ആയുധ കച്ചവടം വലിയൊരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. UAEയും കുവൈറ്റും ഖത്തറും ആയുധങ്ങൾ സംഭരിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ ഏറ്റുമുട്ടലിന്റെ മുന്നൊരുക്കമാണോ എന്ന ഭീതിയിലാണ് പ്രവാസികൾ. വ്യോമാക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കാമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞാൽ അത് പ്രവാസികളുടെ യാത്രാ പ്ലാനുകളെയും നാട്ടിലേക്കുള്ള പണമയക്കലിനെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ചരക്ക് ഗതാഗതത്തെയും ഈ സംഘർഷം ബാധിച്ചാൽ അത് പ്രവാസികളുടെ ജീവിതത്തെ തന്നെ ദുസ്സഹമാക്കും. പശ്ചിമേഷ്യയുടെ സുരക്ഷയെ മാറ്റിമറിക്കാൻ പോകുന്ന ആ നിർണായകമായ നീക്കങ്ങളെ കുറിച്ച് പറയാം. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇറാൻ അമേരിക്ക സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ മേഖലയിലെ പല രാജ്യങ്ങളും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇരയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സഖ്യകക്ഷികളുടെ പ്രതിരോധം ശക്തമാക്കാൻ അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങുന്നത്. ഇതിനായി സാധാരണ നിലയിലുള്ള നിയമപരമായ കാലതാമസങ്ങൾ ഒഴിവാക്കി എമർജൻസി അധികാരം ഉപയോഗിച്ചാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന് കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്താൻ സഹായിക്കുന്ന മിസൈലുകളും ഖത്തറിനും കുവൈറ്റിനും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന പാട്രിയറ്റ് മിസൈലുകളുമാണ് പ്രധാനമായും കൈമാറുന്നത്. ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുമായി ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ലേസർ ഗൈഡൻസ് സംവിധാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായിട്ടാണ് US അടിയന്തര സ്വഭാവത്തോടെ ഈ നീക്കം നടത്തിയത്. സാധാരണ നിലയിലുള്ള കോൺഗ്രസ് അവലോകനം ഒഴിവാക്കി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ കരാറുകൾക്ക് വേഗത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൃത്യതയാർന്ന ലേസർ ഗൈഡഡ് ആയുധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മേഖലയിലെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്ക ഈ നിർണായക തീരുമാനമെടുത്തതെന്നാണ് വിവരം. ഇന്ധന പ്രതിസന്ധിയും സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സൈനിക സഹായം എത്തിക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വിവരം അനുസരിച്ച് ഏകദേശം $9 ബില്യൺ കരാറുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. BAE സിസ്റ്റംസ് നിർമ്മിച്ച $992.4 ദശലക്ഷം മൂല്യമുള്ള അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം ഇസ്രായേലിന് നൽകും. $2.5 ബില്യൺ വരെ വിലമതിക്കുന്ന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കുവൈറ്റിന് നൽകും. ഖത്തറിന് 200 പാട്രിയറ്റ് അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റി ഗൈഡൻസ് എൻഹാൻസ്മെന്റ് മിസൈൽ ടാക്ടിക്കൽ ഇന്റർസെപ്റ്ററുകളും മിസൈൽ സെഗ്മെന്റ് എൻഹാൻസ്മെന്റ് ഇന്റർസെപ്റ്ററുകളും $4.01 ബില്യൺ വരെ വിലമതിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളും നൽകും. സാധാരണഗതിയിൽ ആയുധ വാങ്ങലുകൾ കോൺഗ്രസിന്റെ അവലോകനത്തിന് വിധേയമാണ്. കൂടാതെ ഉപഭോക്താക്കളും വിതരണക്കാരും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് അളവും വിലയും ഒക്കെ നിശ്ചയിക്കുന്നത്. സുപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് സംഘർഷത്തിന്റെ ആദ്യ നാളുകൾ മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗതിയില്ലാതെ തുടരുന്നത് ആകാശ ആക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കാമെന്ന ഭീതി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ ആയുധ കച്ചവടത്തിന്റെ വാർത്ത കൂടി പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുകയും ആയുധങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് ലോകത്തിന് ശുഭകരമായ വാർത്തയല്ല. അമേരിക്ക നൽകുന്ന ഈ അത്യാധുനിക ആയുധങ്ങൾ മേഖലയിലെ പ്രതിരോധം ശക്തമാക്കുമോ അതോ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ആയുധക്കരുത്തിലൂടെ നേരിടാൻ ശ്രമിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും മേഖലയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഏക പരിഹാരം.